ഹായ്, ഇന്നൊരു ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്കും നമുക്ക് ലഞ്ചിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 5 പീസ് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ വിനെഗർ ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ സോയാ സോസും ചേർത്താലും മതി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തത്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം അതൊന്ന് കോരി മാറ്റി വേറൊരു ബൗളിലേക്ക് ആക്കി വെക്കുക. ഇനി 2 മുട്ട വേവിച്ചെടുക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. അത് വെന്തതിന് ശേഷം അതും കൂടി ചിക്കൻ എടുത്ത് വെച്ച് ആ ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത്, പകുതി ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത്, ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം ക്യാബേജ് കട്ട് ചെയ്തത്, ഇനി ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. വെജീസിൻ്റെ കളറും ഒന്നും മാറണ്ട. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാവും. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനും മുട്ടയിലൊക്കെ ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഈ വെജീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും മുട്ടയും കൂടെ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കുക. 2 കപ്പ് റൈസ് വേവിച്ചാണ് ഇവിടെ ചേർക്കുന്നത്. ബസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്തത്. ചെറിയ അരി വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ബസ്മതി റൈസ് ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി. നല്ല സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ കുറച്ച് കുക്കുംബർ സാലഡിൻ്റെയും കുറച്ച് ടൊമാറ്റോ സോസിൻ്റെയും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.